Welcome to Garam Masala, the magic spices of cooking. Dates പോള. ഇന്ന് നമുക്ക് ഈത്തപ്പഴം പോള തയ്യാറാക്കിയെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഇഫ്താർ സ്നാക്കാണിത്. ഇതിനുവേണ്ടി ഞാൻ 1 കപ്പ് ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിന്റെ കുരു കളയണം. അതിനുശേഷം നമുക്കിതിനെ ഒരു ബ്ലെൻഡറിലോട്ട് എടുക്കാം. ഈത്തപ്പഴം നല്ല ഹാർഡ് ആണെങ്കിൽ ഇതിനെ 1-2 മണിക്കൂർ പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കുതിർത്തി വെക്കണം. അതിനുശേഷം വേണം ഇതിനെ മിക്സിയുടെ ജാറിലോട്ട് എടുക്കാൻ. ഇനി ഇതിലോട്ട് നമുക്ക് 4 മുട്ട ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കണം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 2-3 ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് ഉപ്പ് കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് നന്നായി അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഡേറ്റ്സ് പോളയ്ക്ക് വേണ്ട മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു സോസ് പാനോ പ്രഷർ കുക്കറോ എടുക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കി എടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 10 കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കണം. നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സ് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് റൈസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ റൈസൻസ് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിനെ നെയ്യിൽ നിന്നും മാറ്റാം. ബാക്കിയുള്ള നെയ്യിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈത്തപ്പഴം പോളയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. 1 മിനിറ്റ് നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം ഇതിനെ നമുക്ക് വെരി ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇനി ഇതിനെ 15 മുതൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം. ഒരു പാൻ വെച്ച് അതിന്റെ മുകളിലായി നമ്മുടെ സോസ് പാൻ വെച്ച് വേവിച്ചെടുത്താൽ മതി. നമ്മുടെ പോളയുടെ അടിഭാഗം സെറ്റ് ആയിട്ടുണ്ട്, മുകൾ ഭാഗം സെറ്റ് ആയി വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും റൈസൻസും കൊണ്ട് നമുക്ക് ഇതിനെ ഗാർണിഷ് ചെയ്യാം. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് ബാക്കിയുള്ളത് കൂടെ വേവിച്ചെടുക്കാം. നമ്മുടെ പോള തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒരു പാനിലോട്ട് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. മുകൾ ഭാഗം വെന്ത് വരുന്നതിന് വേണ്ടി നമുക്കിതിനെ 2-3 മിനിറ്റ് കൂടെ വെരി ലോ ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം നമുക്കിതിനെ സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ഈത്തപ്പഴം പോള തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഇതിനെ ചൂടോടുകൂടിയോ തണുപ്പിച്ചോ സെർവ് ചെയ്യാം. താങ്ക് യു.